അൽഹിന്ദ് ഒരു ട്രസ്റ്റഡ് ബ്രാൻഡാണ്. ഒരു ബ്രാൻഡും മറ്റ് സ്ഥാപനങ്ങളും തമ്മിൽ എങ്ങനെയാണ് വ്യത്യാസപ്പെട്ടിരിക്കുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ ഒരു ബ്രാൻഡ് എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്നുള്ളത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഒരു ബ്രാൻഡ് ഉണ്ടാവണമെങ്കിൽ ദീർഘകാലം അതിൻ്റെ കസ്റ്റമേഴ്സിന് പ്രോപ്പറായി സർവീസ് കൊടുത്ത് അവരുടെ മനസ്സിൽ ഇടം നേടി മാത്രമേ ഒരു ബ്രാൻഡിന് വളർന്നു വരാൻ പറ്റൂ. അതുപോലെ 30 വർഷക്കാലം ജനങ്ങളുടെ മനസ്സിൽ കൃത്യമായ സർവീസ് കൊടുത്ത് അവരെ എല്ലാ കാര്യങ്ങളിലും അവരുടെ എല്ലാ ട്രാവൽ റിലേറ്റഡ് ആയിക്കോട്ടെ, മറ്റ് സർവീസ് റിലേറ്റഡ് ആയിക്കോട്ടെ, അങ്ങനെയുള്ള സേവനങ്ങളൊക്കെ വളരെ പ്രോപ്പറായി നൽകിക്കൊണ്ട് ജനങ്ങളുടെ മനസ്സിലിടം നേടിയ സ്ഥാപനമാണ്, ബ്രാൻഡായി മാറിയ സ്ഥാപനമാണ് അൽഹിന്ദ് എന്നത്. അതുകൊണ്ട് തന്നെ അൽഹിന്ദ് ഒരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് കസ്റ്റമേഴ്സിന് മുമ്പിലേക്ക് കൊണ്ടുവരുമ്പോൾ ഞങ്ങൾ ആലോചിക്കുന്ന ഒന്നുണ്ട്, നിങ്ങളുടെ വിശ്വാസം അത് നിലനിർത്താൻ പറ്റുമോ, അല്ലെങ്കിൽ വിശ്വാസം വർദ്ധിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന് ഞങ്ങൾക്കത് നിർബന്ധമുണ്ട്. ഇതൊക്കെ പറഞ്ഞു എന്തിനാണെന്നല്ലേ, സ്റ്റഡി അബ്രോഡ് രംഗത്ത് ഇന്ന് ഒരുപാട് സ്ഥാപനങ്ങൾ രംഗത്തുണ്ട്. നിങ്ങളുടെ കുട്ടികളെ വളരെ വിശ്വാസത്തോടുകൂടി അല്ലെങ്കിൽ അവരെ ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് വലിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത് നിങ്ങൾ വിദേശ രാജ്യത്തേക്ക് അയക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അയക്കുമ്പോൾ നിങ്ങൾ ഏത് സ്ഥാപനം വഴിയാണ് അയക്കുന്നത് എന്നുള്ളത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടമായി ആലോചിക്കുന്ന ഒന്നാണ്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ കുട്ടിക്ക് വേണ്ടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഓപ്ഷൻ, മികച്ച സർവീസ് ഒക്കെ തരാൻ പറ്റുന്ന ഒരു സ്ഥാപനമായിരിക്കണം നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യേണ്ടത്. ആ ഒരു ട്രസ്റ്റ് നിങ്ങൾക്ക് അൽഹിന്ദിൽ നിന്ന് ലഭിക്കും എന്നുള്ളതാണ് പറയാൻ വേണ്ടി വന്നത്. എന്തുകൊണ്ട് അൽഹിന്ദ് സ്റ്റഡി അബ്രോഡ്? എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾ സർവീസ് അണ്ടർ വൺ റൂഫ്, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. നിങ്ങളുടെ സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ എല്ലാ സർവീസുകളും, നിങ്ങളുടെ അഡ്മിഷൻ ആയിക്കോട്ടെ, കൗൺസിലിംഗ് ആയിക്കോട്ടെ, വിസ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ഫിനാൻഷ്യൽ അറേഞ്ച്മെൻ്റ് ആയിക്കോട്ടെ, ലോൺ ആപ്ലിക്കേഷൻ ആയിക്കോട്ടെ, ടിക്കറ്റിംഗ് ആയിക്കോട്ടെ, എല്ലാം തന്നെ ഫോറക്സ് ഒക്കെ തന്നെ നമുക്ക് അൽഹിന്ദിൽ കൂടെ ലഭ്യമാകും എന്നുള്ളതാണ്. അതാണ് ഒന്നാമത്തെ കാരണം. രണ്ടാമത്തെ റീസൺ ഈസി കണക്ടിവിറ്റി എന്നുള്ളതാണ്. എന്താണ് ഈസി കണക്ടിവിറ്റി എന്ന് പറയാൻ കാരണം വെച്ചാൽ, 100-ൽ പരം ബ്രാഞ്ചുകളാണ് അൽഹിന്ദിനുള്ളത്. ഇവിടെ എവിടെ വേണമെങ്കിലും നിങ്ങൾക്ക് സ്റ്റഡി അബ്രോഡുമായി ബന്ധപ്പെട്ട, നിങ്ങളുടെ കുട്ടികളുമായി ബന്ധപ്പെട്ട എന്ത് സംശയത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് സമീപിക്കാം. നിങ്ങൾക്ക് സ്പോട്ടിൽ നിങ്ങൾക്ക് സർവീസ് അവൈലബിൾ ആയിരിക്കും. നിങ്ങളുടെ സ്റ്റുഡൻറ്റ്, നിങ്ങളുടെ കുട്ടി വിദേശത്ത് പഠിക്കുകയാണ്, അവരുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ നേരിടുന്നു, ആ കുട്ടി അവിടെ എന്തെങ്കിലും പ്രശ്നം നേരിടുന്നു എന്ന് നിങ്ങൾക്ക് തോന്നുകയാണ്, അപ്പോൾ നിങ്ങൾക്ക് തൊട്ടടുത്ത അൽഹിന്ദ് ബ്രാഞ്ചുമായി ബന്ധപ്പെട്ടാൽ മതി. നിങ്ങളുടെ പ്രശ്നത്തിൻ്റെ പരിഹാരം കാണാൻ ഞങ്ങൾ റെഡിയായിരിക്കും. സപ്പോർട്ട് എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്ന സപ്പോർട്ട് എന്ന് പറയുന്നത് അഡ്മിഷൻ നേടുന്നവരെ അല്ലെങ്കിൽ വിസ കിട്ടുന്നത് വരെ, ട്രാവൽ ചെയ്യുന്നവരെ ഉള്ള സപ്പോർട്ടിനെ കുറിച്ചാണ് പലരും ആലോചിക്കുന്നത്. പക്ഷേ MBBSനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. വിദേശ രാജ്യത്ത് MBBS പഠിക്കുമ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട് പലരും അഡ്മിഷൻ എടുക്കുന്നത് അല്ലെങ്കിൽ മറ്റ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ ഫ്രണ്ട്സ് വഴി അല്ലെങ്കിൽ നമ്മളുടെ റിലേറ്റീവ്സ് വഴി ഒക്കെ ചെയ്യുന്നുണ്ടാവും. പക്ഷേ ഒരു സ്റ്റുഡൻറ്റ് യൂണിവേഴ്സിറ്റിയിൽ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ 6 വർഷക്കാലം അയാൾക്ക് അവിടെ സപ്പോർട്ട് ആവശ്യമായിട്ടുണ്ട്. അതിന് ഏറ്റവും നല്ലത് അവിടുത്തെ യൂണിവേഴ്സിറ്റി കോൺട്രാക്ടേഴ്സ് ആരാണോ അവർ വഴി നിങ്ങളുടെ അഡ്മിഷൻ എടുക്കുക, അവർ വഴി നിങ്ങൾ യൂണിവേഴ്സിറ്റിയായി ബന്ധപ്പെടുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായിട്ടുള്ളത്. കാരണം വെച്ചാൽ നിങ്ങളുടെ അക്കാഡമിക് കാര്യങ്ങളായിക്കോട്ടെ, അറ്റൻഡൻസിൻ്റെ കാര്യമായിക്കോട്ടെ, ഫുഡ് ആൻഡ് അക്കോമഡേഷൻ്റെ കാര്യമായിക്കോട്ടെ, ഇനി വിസ ആയിക്കോട്ടെ, അതല്ല ട്രാവൽ അറേഞ്ച്മെൻറ്റിൻ്റെ കാര്യമായിക്കോട്ടെ, അങ്ങനെ എന്ത് പ്രശ്നം തന്നെ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ച് അത് ആ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസിയായി പരിഹരിക്കാൻ കഴിയും. പക്ഷേ നിങ്ങളൊരു സുഹൃത്ത് വഴി അഡ്മിഷൻ എടുക്കുക അല്ലെങ്കിൽ ഒരു റിലേറ്റീവ് വഴി അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ പോയി ചെല്ലുകയാണെങ്കിൽ അവർ ചിലപ്പോൾ 1-2 വർഷം കഴിയുമ്പം അവരവിടുന്ന് പഠിച്ച് ഇറങ്ങി തിരിച്ചു പോരും. പക്ഷേ നിങ്ങളവിടെ വീണ്ടും 3-4 വർഷം ബാക്കിയായിട്ടുണ്ടാവും. അപ്പോൾ ബാലൻസ് ഉള്ള സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടിനും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാവും. അതുമാത്രമല്ല, അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനെക്കാട്ടിലും മറ്റാരെക്കാട്ടിലും യൂണിവേഴ്സിറ്റിയുമായി കണക്ഷൻ ഉണ്ടാവുക, യൂണിവേഴ്സിറ്റിയുമായി നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ സംസാരിക്കാനും സൊല്യൂഷൻ കണ്ടെത്താനും കഴിയുന്നത് എപ്പോഴും ഒരു കോൺട്രാക്ടർക്ക് തന്നെയായിരിക്കും. അവിടെയാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്ന ഏജൻസിയുടെ പ്രാധാന്യം. ഇതെല്ലാം കണ്ടറിഞ്ഞു വേണം നമ്മൾ ഒരു ഏജൻസിയെ സെലക്ട് ചെയ്യാൻ വേണ്ടി.